ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ തെയ്യം കാണാൻ പോവുകയാണ്, അതും കണ്ണൂരിലേക്ക്. അപ്പം വൈകുന്നേരമാണ് ട്രെയിന്. ഇപ്പോൾ ഒരു 3 മണിയാവാനായിട്ട്. 3 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഞങ്ങൾ അക്കരയിൽ നിന്ന് ബസ്സുണ്ട്. അപ്പോൾ ബസ്സിന് കയറിയിട്ട് ഒരു 4 മണി ഏകദേശം ആകുമ്പോൾ നമ്മൾ പാളയത്തെത്തും, കോഴിക്കോട് പാളയത്തെത്തും. അവിടെ നിന്ന് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് സാധനങ്ങളും വാങ്ങിയിട്ട് ട്രെയിന് 5 മണിക്കാട്ടോ. 5 മണിക്ക് പോകും. ഞങ്ങൾ മാത്രമല്ല, അമ്മേൻ്റെ അമ്മ ഉണ്ട്, അതായത് അമ്മമ്മ, അമ്മേൻ്റെ ആങ്ങളേൻ്റെ മോള്, അതുപോലെ തന്നെ അമ്മേൻ്റെ ഏച്ചീൻ്റെ മോളും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഗേൾസ് ട്രിപ്പ് പോലെ അങ്ങനെയും പറയാം. അപ്പോൾ ഗേൾസ് എല്ലാവരും കൂടിയാണ് പോകുന്നത്. സോ ഗായ്സ്, നമുക്ക് ഇന്ന് ഫുള്ള് നമ്മുടെ ഈ ഒരു വ്ളോഗിൽ കണ്ണൂർ വിശേഷങ്ങളായിരിക്കും. കണ്ണൂരുള്ള അവിടെയുള്ള എല്ലാവരെയും വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയായിരിക്കും ഇന്നത്തെ ഈ വ്ളോഗ് മൊത്തം. പിന്നെ ഇന്ന് ഞങ്ങൾ അവിടെ പോയിട്ട് ഇന്ന് അമ്പലത്തിൽ പോവില്ലേ എന്നൊന്നും അറിയില്ല. പക്ഷേ നാളെയാണ് മെയിനായിട്ട് തെയ്യം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ നല്ല ഇറങ്ങാൻ നോക്കട്ടെ. ബാക്കി വിശേഷങ്ങൾ ഇങ്ങനെ വഴിയെ അറിയിക്കാം കേട്ടോ. ഗൈസ്, ഞങ്ങളിവിടെ അലുവ വാങ്ങാൻ വന്നതാണ്. അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അലുവ വാങ്ങാൻ വന്നതാട്ടോ മാമൻ്റെ മോള്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഫുള്ള് വീഡിയോസിൽ കാണാം. ഇനിയിപ്പോൾ ഞങ്ങൾ എത്തിയ 4:30 ഞങ്ങളെത്തിയ 4:30 ആയിപ്പോയി എത്തി. ഇനി 5 മണിക്ക് ട്രെയിൻ ഉണ്ട്. ഇനിയിപ്പോൾ അതിന് ശേഷമുള്ള ട്രെയിൻ കയറുമോയെന്ന് അറിയില്ല. ഏതായാലും ബാക്കി വീഡിയോസ് വഴിയെ കാണിക്കാം കേട്ടോ. അവിടെ ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നില്ല, ഫുള്ള് തിരക്കാ. അപ്പോൾ ഒരു പോലീസുകാരനോട് ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞേ ഇവിടെ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ എവിടെയോ ടിക്കറ്റ് കൊടുക്കുന്നു. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ഓടുക കേട്ടോ. അയ്യോ, ഗൈസ്, ഞങ്ങൾ ഏറ്റവും അവസാനം 7:15 അവിടെ എത്തിട്ടോ. ഫുള്ള് തിരക്കേനി, അതുകൊണ്ട് കാര്യമായിട്ട് വീഡിയോസും അങ്ങനെ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ഫുള്ള് തിരക്ക് എന്ന് പറഞ്ഞാൽ പണിക്കാരൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഫുള്ള് തിരക്കേനി. ഇപ്പം ഞങ്ങൾ എത്തിയിട്ടേ ഉള്ളൂ. മാമൻ കൂട്ടാൻ വരും, ഇവിടെ എവിടെയും ഉണ്ട്. ഗൈസ്, ഏറ്റവും അവസാനം മാമനെ കണ്ട്. എന്നെ കാണേണ്ടാവില്ല, കാരണം ഫുള്ള് ഇരുടാണ്. ഞാൻ മാമനെ കാണിച്ചുതരാം. അപ്പോൾ പോകുന്നാട്ടോ, മാമൻ സാധനമൊക്കെ പിടിച്ച് ഹെൽപ്പ് ചെയ്യാം. ഗൈസ്, ഇനി ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണിക്കാം. കാരണം ഇനി വണ്ടി കയറട്ടെ. കാരണം എല്ലാവരും ക്ഷീണിച്ച് അങ്ങ് എത്തിയുണ്ട്. ട്രെയിനിൽ അത്രയ്ക്കും തിരക്കായുണ്ട്, ഫുള്ള് നിന്നത് അവിടം വരെ. സോ ഗൈസ്, നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. എല്ലാവരും ഇത് അവിടെ നിൽക്കുക കേട്ടോ. ഇനി എന്നാലും അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കാം. ഹലോ, ഋതുഭേദങ്ങളുടെ പുതിയ കാപ്പിൽ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഇവിടെ വെച്ചിട്ടാണ് നാളെ തെയ്യം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ കാണുന്ന മാത്രമായിരിക്കും. നാളെ ഇവിടെ ഫുള്ള് ആൾക്കാരായിരിക്കും കേട്ടോ. ഇവിടെ അല്ലേ ഞങ്ങൾ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങോട്ടേക്ക് അമ്പലത്തിലേക്ക് വന്നതാട്ടോ. ഇതാട്ടോ വല്യമ്മ, അമ്മേൻ്റെ ചേച്ചി. സോ ഇവിടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വന്നതാണ്. ഇനി ഞാൻ കാണിച്ചു തരാം.
ഞാൻ ഓരോന്ന് കാണിച്ചു തരാം കേട്ടോ. നാളേക്ക് മെയിനായിട്ടുള്ള തെയ്യത്തിൻ്റെ ഉണ്ടാവും. അന്ന് ജസ്റ്റ് ഞങ്ങൾ രാത്രി ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അതാ ഇന്നലെ രാത്രി വ്ളോഗ് നിർത്തിയതാ. അപ്പം ഇന്ന് രാവിലെയാണ് ഇപ്പോൾ എടുക്കുന്നത്. ഞാൻ വെണീറ്റ് നോക്കിയപ്പം വീട്ടിലാരെയും കാണുന്നില്ല. ആകെ ആൻറ്റി മാത്രമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഓരോ കൂടി വയലിൽ പോയി എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി വയലിലേക്ക് പോവാം. ഒരാളും കൂടി ഉണ്ട് വഴി കാണിച്ചത്. ഇപ്പം ഞങ്ങൾ കുടുങ്ങി കിടക്കുക. ഈ ഒരു വഴിയുണ്ട്, ഇതാ ഇങ്ങോട്ട് കാണുന്ന ഈ ഒരു വഴിയുണ്ട്, ഈ ഒരു വഴിയുണ്ട്, ഏതാ ഈ ഒരു വഴിയുണ്ട്. ഇതിലേത് വഴി കൂടിയാണ് പോകേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളിവിടെ നിൽക്കുക കേട്ടോ. ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും വരുന്നു. മാമൻ്റെ മോനുണ്ട് കൂടെ. അപ്പം ഒരുമിച്ച് പോകാൻ വെച്ചു. പിന്നെ എനിക്ക് ജലദോഷം പിടിച്ചു. ഭയങ്കര ചുമ, 2 മൂക്കും അടഞ്ഞ് ഫുൾ സീനാണ്. ഇന്നാണ് മെയിൻ തെയ്യം. നല്ലോണം ഞാൻ വീഡിയോസ് എടുക്കാൻ കഴിയുകയാണെങ്കിൽ എന്തായിട്ടും എടുക്കാം. ഞങ്ങൾ രണ്ടാളും ഉറങ്ങി എണീറ്റ് ഇപ്പോൾ വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ. ഇവരെല്ലാവരും പോയി. ഞങ്ങളൊന്നും വിളിക്കുക പോലും ചെയ്തില്ല. ഞാൻ നോക്കട്ടെ വഴി ഏതാ നോക്കിയിട്ട് അതിനനുസരിച്ച് വീഡിയോ എടുത്ത് കാണിക്കേ. വയലിലേക്കാണ് പോണത്. ഏതോ തോടുണ്ട്, നല്ല ഭംഗിയുണ്ട് അവിടെ കാണാനൊക്കെ. ഓരോ വിളിച്ചപ്പോൾ ഒരു പറഞ്ഞ് എന്താ സത്യാവസ്ഥ എന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് പോയിട്ട് നോക്കാം. ഇന്നലത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ബോറിംഗ് ആയിരിക്കും. കാരണം ഒന്നും എടുത്തില്ല. കുറച്ച് അവിടെ പോയപ്പോൾ കുറച്ച് വളൻ്റെ ഫോട്ടോസ്, വീഡിയോസ്, അങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്തുള്ളൂ. മെയിനായിട്ടൊന്നും എടുത്തില്ല. ഇന്ന് കൂടുതലും ക്യാപ്ചർ ചെയ്യാൻ നോക്കാം. നേരെ പോന്നാൽ മതി. മെയിനും ഓൻ ഇവിടെ നിന്ന് നോക്കില്ല. ഞങ്ങൾ അവിടെ ഓൻ വരുന്നത് കാത്തു നിൽക്കുക. ഏതായാലും പോയി നോക്കട്ടെ. എന്നിട്ട് അതിനനുസരിച്ച് വീഡിയോസ് എടുക്കാം. നമുക്ക് വീഡിയോയിലിടാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ. അമ്മയെല്ലാവരും അവിടെ ഉണ്ട്. ഏതായാലും പോയി നോക്കട്ടെ. ഇനി ഓരോരുത്തെത്തുമ്പോൾ വീഡിയോ എടുക്കാം. തോടും ഇങ്ങോട്ട് കിടക്കണം. എന്നാ ഓരോരുത്തെത്തി. എന്നത് പിടി. വർണ്ണേട്ടനാ എടുത്തോ. ആ എടുത്തോ. നമുക്ക് കാല് ഫുള്ള് കയറ്റി വെക്കാം. ഞങ്ങളിപ്പോൾ ഓരോത് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ എന്നിട്ട് ഓരോടത്തേക്ക് നടന്നുകൊണ്ട് നിൽക്കുക. പക്ഷേ ഉണ്ടല്ലോ ഈ സൈഡിലേക്ക് നല്ല സൂര്യൻ്റെ വെളിച്ചമുണ്ട്. പക്ഷെ ഇങ്ങോട്ട് മുഖം താവും. ഏതായാലും പോയോക്കട്ടെ. താട്ടോ ഒരു കൃഷി ചെയ്യുന്ന വയല. ആ ഇന്നെടുത്തില്ലല്ലോ. ഇതാണ് ഞങ്ങളുടെ കണ്ണൂർ. ഇതൊക്കെയാണ്. ഈ അങ്ങനെ ഈ ഇത് ഇനി എഡിറ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കണ്ടേ. ഇവിടെ ഈ ക്ലിയർ ഇല്ല. ഇവിടെ ഒരു കട ഉണ്ടാക്കി ചീര ഞങ്ങളെ കട പൈപ്പ്
എല്ലാവരും വരി വരിയായി നടന്നു വരിക. അതിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിട്ടോ, ഇറങ്ങി വീട്ടിലേക്ക് പോവാണ്. ഇനിയിപ്പോൾ അവിടെ പോയി ചായയൊക്കെ കുടിക്കണം. ഇനി വീഡിയോ ഇടുന്നത് നമ്മൾ തെയ്യത്തിന് പോകുമ്പോഴാണ് കേട്ടോ. അത് കുറച്ച് നേരം വീഡിയോസ് എടുക്കണം എന്നാണ് ആഗ്രഹം. നടക്കുമോ അറിയില്ല. കുറച്ച് അടുത്തുനിന്ന് കിട്ടിയാൽ നിങ്ങൾക്ക് അത്രയ്ക്കും വൃത്തിക്ക് കാണാമല്ലോ. ഏതായാലും ഇനി വീട്ടിലെത്തി ചായ കുടിച്ച് മാറ്റി പോകാൻ നേരത്ത് വീഡിയോ എടുക്കാം. ഗൈസ്, അവിടെ തെയ്യം തുടങ്ങിയിട്ടോ, രാവിലെ തെയ്യം തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് ആരും ഇപ്പോൾ പോകുന്നില്ല. ഒരു ഉച്ചയ്ക്ക് ശേഷം പോവാമെന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ തെയ്യം ലൈവായിട്ട് നടക്കുന്നുണ്ട്. ആ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും താഴത്ത്. ഞാൻ കാണിച്ചതേ ലൈവ് കാണാം. നമുക്ക് അവിടെ പോയി കണ്ടില്ലേ എന്താ, നമുക്ക് തെയ്യം കണ്ടാൽ പോരെ. അങ്ങനെയല്ല, നേരിട്ട് കാണും. പക്ഷെ അത് ഒരു ഉച്ചയ്ക്ക് ശേഷമേ പോകുള്ളൂ. പക്ഷെ ഇപ്പം ലൈവ് കാണുന്നത് നിങ്ങളെ കൂടി കാണിച്ചു തരാം.
Thank you.